ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 26-ാം വാരം വ്യാഴാഴ്ച. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യവും 10-ാം വാക്യവുമാണ് നമുക്ക് ധ്യാനത്തിനായിട്ട് തന്നിരിക്കുന്നത്. ത്രിസഭ കാവൽ മാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഒരു കുഞ്ഞ് ഈ ലോകത്തിൽ അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മരണം വരെ അവരെ കാത്തുരക്ഷിക്കുന്നതിന് ദൈവം പ്രത്യേകമായിട്ട് നിയോഗിച്ചിരിക്കുന്ന ആളുകളാണ് കാവൽ മാലാഖമാർ. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ വീണ്ടും ആവശ്യപ്പെടുകയാണ്, ഒരു കുഞ്ഞിനെ പോലെ ചെറുതാകുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിലെ ഏറ്റവും വലിയവനെന്ന്. നമുക്കറിയാം, ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ്റെ ലാളിത്യവും സ്നേഹവുമാണ്. അവിടെ ഞാനെന്ന ഭാവത്തിന് പ്രസക്തിയില്ല, സ്ഥാനമില്ല. പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിൽ വളർന്നു വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന 2 കാര്യങ്ങളാണ് ഈ ലാളിത്യവും സ്നേഹമൊക്കെ. ഈശോ പറയുകയാണ്, നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കണം. അതായത് ഒരു മാനസാന്തര, നമ്മളുടെ ശീലങ്ങളിലും മനോഭാവങ്ങളിലൊക്കെ മാറ്റം വരണമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോയും നിക്കോദേമോസുമുള്ള സംസാരത്തിനിടയിൽ ഈശോ പറയുന്നുണ്ട്, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ എനിക്ക് പ്രവേശിക്കാൻ കഴിയില്ലെന്ന്. ഈശോ പറയുന്നതിൻ്റെ മറ്റൊരു പതിപ്പ്, മറ്റൊരു വെർഷനാണ് ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത്. ഒരു ശിശുവായി മാറുക, ശിശുവിനെ പോലെ സ്വയം ചെറുതായി മാറുക. അതായത് ഈശോ പറയുന്നത്, നീ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറണം, ഒരു പുതിയ ശിശുവായിട്ട് മാറണം. നഷ്ടപ്പെട്ടു പോയ ലാളിത്യവും സ്നേഹവും ഒക്കെ തിരികെ കൊണ്ടുവരണമെന്ന് ഈശോ പ്രത്യേകം നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന വ്യക്തികളാണ് ഈ കാവൽ മാലാഖമാർ. പലപ്പോഴും നമ്മൾ കാവൽ മാലാഖമാരോടൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് മറന്നു പോകാറുണ്ട്. ഈ ഒരു പുതിയ സൃഷ്ടിയായി മാറുന്ന ആ ഒരു പ്രോസസ്സ്, അതിനേറ്റവും കൂടുതൽ സഹായിക്കുന്ന വ്യക്തികളാണ് കാവൽ മാലാഖമാർ. നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമ്മളുടെ ഓരോ ചലനങ്ങളും നീക്കങ്ങളൊക്കെ എപ്പോഴും കാണുകയും അത് ദൈവത്തിന് മുമ്പിൽ അറിയിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഈ കാവൽ മാലാഖമാർ. അപ്പോൾ ഈ ശിശുവാകാനുള്ള അല്ലെങ്കിൽ സ്വയം ചെറുതാകാനുള്ള യഥാർത്ഥമായ ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ ഈ കാവൽ മാലാഖമാർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ കാവൽ മാലാഖമാരുടെ പ്രത്യേക മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് അല്പസമയം ശ്രമിക്കാം. രണ്ടാമതായിട്ട്, ഭൂമിയിൽ കാണപ്പെടുന്ന കാവൽ മാലാഖമാരായ നമ്മളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ടവരെ, ഇവരെയൊക്കെ ഓർക്കാനും ഇവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും അവരെ സഹായിക്കാനും ഒക്കെ ഇന്നത്തെ ദിവസം നമുക്ക് സാധിക്കണം. അതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇന്നത്തെ ഈ സുവിശേഷം നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും നമ്മളൊരു കാവൽ മാലാഖയായി മാറണം എന്നുകൂടി ഇന്നത്തെ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗം അവസാനിക്കുന്നത് ഈ വാക്യത്തോടുകൂടിയാണ്, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈശോ ഈ ശിശുവിനെ എടുത്തിരിക്കുന്നത് നിഷ്കളങ്കതയുടെയും സ്നേഹത്തിൻ്റെയും എളിമയുടെയൊക്കെ പര്യായം മാത്രമായിട്ടല്ല, പിന്നെ ഈ ഭൂമിയിൽ ലൗകികമായ ഒരു പ്രതിഫലം വെച്ചിരിക്കാതെ ഏറ്റവും നിസ്സാരനായ ഒരു വ്യക്തിയെ കൂടി സ്വാഗതം ചെയ്യാനുള്ള മനോഭാവം കൂടി നമുക്കുണ്ടാവണമെന്ന് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് ഏറ്റവും നിസ്സാരനായ ആളുകളെ പോലും ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് കഴിയണം. നമ്മളും മറ്റുള്ളവർക്ക് ഒരു കാവൽ മാലാഖയായിട്ട് മാറണം എന്ന് ഈശോ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.